ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹെയർ സ്റ്റൈലിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അതായത് എൻ്റെ ഈ കാർക്കൂന്തൽ ഞാൻ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ. ഇതെല്ലാവരും ചെയ്യാറൊക്കെ ഉള്ളതാണ്, പുതിയ സംഭവം വലിയ സംഭവമൊന്നുമല്ല. അപ്പം ഇത് വന്നിട്ട് കുറച്ച് തിന്നായിട്ടൊക്കെയുള്ള ഹെയർ ആണെങ്കിൽ, നമ്മൾ എസ്പെഷ്യലി ട്രീറ്റഡ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറച്ച് വോളിയം തോന്നിക്കുന്ന രീതിയിൽ കിടക്കാനായിട്ട് ഈ ഒരു സ്റ്റൈലിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കേൾസ് കൊടുക്കാനാണ് ട്രൈ ചെയ്യുന്നത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ ഒരു ഹെയർ കേളർ എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല, എനിക്കിത് യൂസ് ചെയ്യാൻ അറിയത്തുമില്ല. അപ്പം കേൾസ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് ഈ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ്നർ തന്നെ യൂസ് ചെയ്തിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ചെറിയ കേൾസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ്, ഈ ഹെയർ സ്റ്റൈലല്ല, ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്താലും അതിനു മുമ്പ് നിങ്ങളൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ മിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പ്രേ അത് ഒന്ന് ഹെയറിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയറിനെ ഹീറ്റ് കൊണ്ടുള്ള ഡാമേജിൽ നിന്ന് കുറച്ചൊക്കെ രക്ഷിക്കാൻ പറ്റും. സോ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് കയ്യിലുള്ളത് വളരെ നല്ലതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്നും അങ്ങനെ ഹീറ്റൊന്നും കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എപ്പോൾ വല്ലപ്പോഴും ആണെങ്കിൽ പോലും ഈ ഒരു സ്പ്രേ അടിച്ചിട്ടാണ് എപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യാറുള്ളൂ. ഇത് ബി ബ്ലണ്ടിൻ്റെ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹെയറിൽ ഓൾറെഡി എന്തെങ്കിലും ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഷാംപൂ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ ഹീറ്റ് യൂസ് ചെയ്യുന്ന എന്ത് ഹെയർ സ്റ്റൈൽസും ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെർഫെക്ഷൻ വരത്തില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഹെയറിനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റുന്നുണ്ട്, കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പേർട്ടുകൾ ക്ഷമിക്കണം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്ഷൻ വരണം എന്നില്ല. ഒരുപാട് മുടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു 10-12 ക്ലിപ്പ് വേണ്ടി വരും. എനിക്ക് പിന്നെ ഭാഗ്യത്തിന് 4 ക്ലിപ്പ് കൊണ്ട് കാര്യം കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെക്ഷൻ എടുത്തു. ഓക്കെ, ഞാനിത് ഒരുപാട് സമയമൊന്നും മെനക്കെട്ട് ചെയ്യുന്ന പരിപാടി അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കുഞ്ഞു സെക്ഷൻസ് ഒന്നും എടുക്കത്തില്ല. ജസ്റ്റ് വലിയ സെക്ഷനായിട്ടാണ് എടുക്കുന്നത്. ജസ്റ്റ് ഈ ഒരു സെക്ഷൻ എടുക്കും, നമ്മുടെ സംഭവം ഓൺ ആക്കുന്നു. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഐക്കോണിക് പ്രൊഫഷണൽസിൻ്റെ ഈ ഒരു സ്ട്രെയിറ്റ്നറാണ്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളി സ്ട്രെയിറ്റ്നറാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് എനിക്ക് ഒരിക്കലും വർക്ക് ആവാത്തൊരു പ്രൊഫഷണൽ വേ ഓഫ് കേളിങ് കാണിച്ചു തരാം. സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ട്വിസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കേൾസ് വരേണ്ടതാണ്, പക്ഷേ എനിക്കത് ഒരിക്കലും വരാറില്ല. അതുകൊണ്ട് അധികം വർക്ക് ആവാത്ത മെത്തേഡ് കാണിച്ച് കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് ആ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ട് ഹെയർ നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ എൻഡിൽ നിന്ന് മേലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹെയറിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ഈസിയാണ്. എന്നിട്ടൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. എന്നിട്ട് മെല്ലെ താഴേക്ക് നമ്മൾ അധികം ആ കേളിന് ഡിസ്റ്റർബ്ഡ് ആവാത്ത രീതിയിൽ സ്ട്രെയിറ്റ്നർ ഇങ്ങനെ താഴേക്ക് വലിച്ചെടുക്കുക ചെയ്യുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പം മനസ്സിലാവും, വളരെ ഈസിയാണ്. എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ സെക്ഷൻസും ഇതേപോലെ താഴേന്ന് മേലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് മെല്ലെ മെല്ലെ കേൾസ് ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. കുറച്ച് വലിയ കേൾസ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു കേൾസ് വന്നിട്ട് ഭയങ്കര സൂപ്പർ പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഫൈനൽ ലുക്കിൽ വരുമ്പം എനിക്കെന്തോ ആ ഒരു ഇംപെർഫെക്ഷൻ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇനി ഇതിനകത്തുള്ള മെയിൻ പാർട്ട്, നമ്മളുടെ ഈ ഫ്രണ്ടിലുള്ള 2 സൈഡിലെ ഹെയറിലെ ആ ഒരു സെക്ഷൻ എടുക്കുമ്പം സൈഡിലേക്ക് ഇട്ടിട്ട് നമ്മൾ കേൾ ചെയ്യാൻ ശ്രമിക്കാതെ ഫ്രണ്ടിലോട്ട് ആ ഹെയർ ഇടുക. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് വലിച്ച് താഴേക്ക് കൊണ്ടുവന്നിട്ട് എൻഡിൽ നിന്ന് മേലോട്ട് അത് കേൾ ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡിൽ കൂടെ, ഞാനിപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ ആ ഒരു സ്ട്രെയിറ്റ്നർ റിമൂവ് ചെയ്തെടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, നല്ല വലിയൊരു കേള് പോലെ അല്ലെങ്കിൽ വലിയൊരു സെക്ഷൻ കട്ട് ചെയ്തിട്ട മാതിരി നമുക്കിങ്ങനെ ഭയങ്കര വോളിയം തോന്നിക്കും. അപ്പം നമ്മുടെ പാർട്ടീഷൻ ചെയ്യുന്നതിൻ്റെ 2 ഏരിയാസിലും ഇങ്ങനത്തെ ആ 2 സെക്ഷൻസും ഇങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിലോട്ട് ഹെയർ ഇട്ടിട്ടാണ് കേൾ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു വോളിയം ഒക്കെ തോന്നിക്കുന്ന ഒരു ഹെയർ കട്ട് ചെയ്തിട്ട ഒരു ഫീല് കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ആ ഒരു പാർട്ടീഷൻ ഏരിയ ഒന്നുകൂടെ ഒന്ന് കോംബ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ആ കേൾ ചെയ്തിട്ട ഏരിയയിലേക്ക് അധികം കോംബ് ചെയ്യരുത്. എന്നിട്ട് ഞാനിവിടെ ബേബി ഹെയർ ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 to 3 ഡ്രോപ്സ് ഒരു സ്ട്രീക്സിൻ്റെ ഹെയർ സീറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അധികം ഡിസ്റ്റർബ്ഡ് ആവാത്ത രീതിയിൽ. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്കൊന്നും അല്ലെങ്കിലും ഞാൻ ഇടയ്ക്കൊരു ചേഞ്ചിന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇഷ്ടമായെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബൈ, ടേക്ക് കെയർ.